ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. LD ടൈപ്പിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ, അതായത് GK കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ GK വരുന്നത് ജോഗ്രഫി, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ജോഗ്രഫിയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ്, അതായത് ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പൊ അതെന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന് GK എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ ജോഗ്രഫിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാറ്. അപ്പൊ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു മാർക്ക് ആയാൽ പോലും അത് നമുക്ക് മിസ്സാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ റാങ്കിൽ എത്ര മുന്നോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ജോലി എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ജോഗ്രഫിയിലെ ബേസിക് പോർഷൻസ് അബൌട്ട് ഇന്ത്യ നമുക്ക് നോക്കാം. ഇപ്പൊ ഇന്ത്യയുടെ മാപ്പ് അല്ലെ, ഇന്ത്യയുടെ മാപ്പിലെ ഡൈവേഴ്സിറ്റീസ് ഒരുപാട് നമുക്കറിയാം. എന്താണ് ഇന്ത്യൻ ലാൻഡ് ഫോം എന്ന് പറയുന്നത്? എന്താണ് അത്രയും ഡൈവേഴ്സിറ്റി നിറഞ്ഞ ഒരു ലാൻഡാണ് ഏത്, ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, നോർത്തിലെ ഹിമാലയ അല്ലെ, കുന്നുകളാണ്, മലകളാണ്. അപ്പൊ നോർത്തില് ഹിമാലയ കാണാം, നോർത്ത് പോർഷൻ. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ എന്താണ്, ഹിമാലയാസ്. പിന്നെയോ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്ലെയിൻസ് ആണ്, ഗാൻജറ്റിക് പ്ലെയിൻസ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഉണ്ട്. ദെൻ ഇവിടെ ഡെസേർട്ട്, രാജസ്ഥാന്റെ മെയിൻ പോർഷൻ. പിന്നെ ഗുജറാത്തിലേക്ക് എന്തുണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഓക്കെ, ഡെസേർട്ട് ഏരിയ ആണ്. പിന്നെ സെൻട്രൽ ഹൈലാൻഡ്, ഇവിടെ ഡെക്കാൻ പ്ലാറ്റ്യൂ ഉണ്ട്, ഡെക്കാൻ പ്ലാറ്റ്യൂ. അപ്പൊ ഈ ഒരു പോർഷൻ, അതായത് ഇൻവേർട്ടഡ് ട്രയാങ്കിളിൽ കിടക്കുന്ന ഈ ഒരു വലിയ പോർഷൻ ഏറ്റവും ഓൾഡസ്റ്റ് ലാൻഡ് ഫോം ഓഫ് ഇന്ത്യയാണ്. ആ ഒരു വലിയ പോർഷനെ പറയുന്ന പേരാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ലാൻഡ് ഫോമിന്റെ ഷേപ്പ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പൊ അതിലെ മെയിൻ പോർഷൻ ഈ ഒരു പോർഷനാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതുപോലെ ഇവിടെ വെസ്റ്റേൺ ഗാട്ട്സ് അല്ലെ, വെസ്റ്റേൺ ഗാട്ട്സ് എവിടെ കിടക്കുന്നു, ഇവിടെ നമ്മുടെ സീ ഉണ്ട് അല്ലെ. അപ്പൊ ആ സീയുടെ കോസ്റ്റ് ആണ് ഇവിടെ, വെസ്റ്റേൺ കോസ്റ്റ് ഉണ്ട്, ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുന്ന വെസ്റ്റേൺ കോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ആ വെസ്റ്റേൺ കോസ്റ്റിനും അതുപോലെ തന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനും ഇടയിലുള്ള ലാൻഡ് ഫോം ആണ് ഇത് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഈസ്റ്റിൽ എന്തുണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അപ്പൊ അവിടെ ഈസ്റ്റേൺ കോസ്റ്റ് കിടക്കുന്നു. അപ്പൊ ഈസ്റ്റേൺ കോസ്റ്റിനും അതേപോലെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനും ഇടയിലുള്ള ഭാഗമാണ് ഈസ്റ്റേൺ ഗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലെയിൻസ് എന്താണ്, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഫെർട്ടൈൽ ലാൻഡ് ഉള്ള പ്ലെയിൻസ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള മെയിൻ റിവേഴ്സ് എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര അടങ്ങിയ എന്താണ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ്, ഏറ്റവും ഫെർട്ടൈൽ ലാൻഡ്. ഓക്കെ, ദെൻ സെൻട്രൽ ഹൈലാൻഡ്, ദെൻ ഹിമാലയാസ്, അതേപോലെ തന്നെ ഡെസേർട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ജോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു വലിയ പാർട്ടാണ്. ഇത് നമുക്ക് ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബേസിക് ഫോംസ്, ഓരോ ബേസിക് ഫാക്ട് പഠിച്ചു പോകാം. ദെൻ ഇന്ത്യയുടെ എന്താണ് സ്റ്റേറ്റ്സ്, ഇന്ത്യ എന്ന് പറയുമ്പോൾ 28 സ്റ്റേറ്റ്സും, എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ, 28 സ്റ്റേറ്റ്സും, അതുപോലെ തന്നെ 8 UTസും അല്ലെ, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽ അതൊക്കെ ബേസിക് ആണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അല്ലെ. പിന്നെ വെസ്റ്റ് സൈഡിൽ എന്തുണ്ട്, അറേബ്യൻ സീ ഉണ്ട്, ഈസ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇനി വെസ്റ്റിലുള്ള അറേബ്യൻ സീയിലുള്ള നമ്മുടെ ടെറിട്ടറിയാണ്, ഐലൻഡ് ആണ് ഇത്, ലക്ഷദ്വീപ്. ഓക്കെ, അപ്പൊ വെസ്റ്റില് അറേബ്യൻ സീയിലുള്ള നമ്മുടെ ഐലൻഡ് ആണ് ലക്ഷദ്വീപ് അല്ലെ, നമ്മുടെ UT ആണ്. അതുപോലെ തന്നെ ഈസ്റ്റിൽ ബേ ഓഫ് ബംഗാളിൽ എന്തുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഉണ്ട്. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഉണ്ട്, അതും നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആണ്.
ഇവിടെ നമുക്ക് എന്താണ് നോർത്തിലെ ആയാലും സൗത്തിലെ ആയാലും വെസ്റ്റിലെ ആയാലും ഈസ്റ്റിലെ ആയാലും ഏറ്റവും അതിർത്തിയിലുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 37°6' നോർത്ത്, അതുപോലെ തന്നെ 8°4' നോർത്തും, അതുപോലെ 68°7' ഈസ്റ്റും, അതേപോലെ 97°25' ഈസ്റ്റുമാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വേൾഡ് മാപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് പൊസിഷൻ ആണ് അല്ലെ. അതായത് വേൾഡ് മാപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ശരിക്കും ഇന്ത്യ കാണുന്നത്. അപ്പോൾ നോർത്തിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ, അതുപോലെ തന്നെ ഈസ്റ്റിലുമാണ്. സോ അതാണ് നോർത്ത് ഈസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 37°6' നോർത്ത് ടു 8°4' നോർത്ത്, അതുപോലെ തന്നെ 68°7' ഈസ്റ്റ് ടു 97°25' ഈസ്റ്റ് ആണ് ഇന്ത്യ ലൊക്കേഷൻ. അതായത് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും. അപ്പൊ ഇവിടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയണം. അപ്പൊ ഇവിടെ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്കറിയണം അല്ലെ. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇമാജിനറി ലൈൻസ് ആണ്. ഇത് ഹൊറിസോണ്ടൽ ആയി കാണുന്ന ഇമാജിനറി ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാ. അപ്പൊ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാണ്? ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി, ഓരോ പ്രദേശത്തിന്റെയും ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാപ്പിൽ അല്ലെങ്കിൽ എന്താണ് ഗ്ലോബിൽ കൊടുത്തിട്ടുള്ള ഇമാജിനറി ലൈൻസിനെയാണ് ഈ ലാറ്റിറ്റ്യൂഡ്. ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻസ് ആണ് ഏത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് ഏറ്റവും മിഡിലൂടെ, അതായത് ഗ്ലോബിനെ അല്ലെ അല്ലെങ്കിൽ ഭൂമിയെ രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ആക്കി മാറ്റുന്ന ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 0° ഇക്വേറ്റർ. ഓക്കെ, ഭൂമധ്യ രേഖ ഇക്വേറ്റർ, 0° ഇക്വേറ്റർ. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 23.5° നോർത്ത് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പൊ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരേ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? 23.5° സൗത്തിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ 66.5° ആർട്ടിക് സൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ 66°/2 എന്തുണ്ട്? അന്റാർട്ടിക് സർക്കിളും ഉണ്ട്. പിന്നെ പോൾ എന്ന് പറയുമ്പോൾ സൗത്തിൽ സദേൺ പോള് 90° സൗത്ത്, അതുപോലെ തന്നെ നോർത്തിൽ നോർത്ത് പോള് 90° നോർത്ത്. അപ്പൊ ഇന്ത്യയിലൂടെ പാസ് ചെയ്തു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, 23.5° നോർത്ത്. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ അറിയണം എന്താണ് ഇന്ത്യയുടെ നോർത്ത് ടു സൗത്തും അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റും ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പൊ നോർത്ത് ടു സൗത്ത് നോക്കുകയാണെങ്കിൽ നോർത്ത് ടു സൗത്ത് എത്ര കിലോമീറ്റർ ഉണ്ട്? 3214 കിലോമീറ്റർ ആണ് നീളം. ഓക്കെ, 3214 കിലോമീറ്റർ നോർത്ത് ടു സൗത്ത്. ഇനി ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിലൂടെ എന്താണ്? ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. അതെന്താണ്? ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ദാറ്റ് മീൻസ് IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ലൈൻ. ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? 82.5° ഈസ്റ്റ് എന്താണ്? ഇതിലൂടെ കടന്നു പോകുന്നു? ഉത്തർപ്രദേശിലെ മിർസാപൂർ. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെ കടന്നു പോകുന്ന 82.5° ഈസ്റ്റ് സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എന്ത് മനസ്സിലാക്കണം? അക്ഷാംശവും രേഖാംശവും. ദാറ്റ് മീൻസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് മനസ്സിലാക്കുന്നു. ദെൻ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, പിന്നെ നോർത്ത് ടു സൗത്തും അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റും ലെങ്ത്തും മനസ്സിലാക്കി. ഇനി നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം കിടക്കുന്നത് എവിടെയാണ്? ഇത് ലഡാക്ക് ആണ് അല്ലെ. അപ്പൊ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് കിടക്കുന്നത് ലഡാക്കിലാണ്. ലഡാക്കിലെ ആ പോയിന്റിന്റെ പേരാണ് ഇന്ദിരാ കോൾ.
ഇന്ദിര കോളാണ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ഇനി സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഏത് ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ സതേൺ മോസ്റ്റ് പോയിന്റ് ഏറ്റവും അറ്റത്ത് തമിഴ്നാട്ടിൽ വരും. അത് എവിടെയാണ്? കന്യാകുമാരിയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടുള്ള ആര് കിടപ്പുണ്ട്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് കിടപ്പുണ്ട്. അത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് സതേൺ മോസ്റ്റ് പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. നോക്കിയേ, താഴെ വരും അല്ലേ? തമിഴ്നാട്ടിനേക്കാളും താഴെ വരും ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ഏറ്റവും താഴത്തെ പോയിന്റ്. സോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലാണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് പോയിന്റ്. ദാറ്റ് ഈസ് ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ കിടക്കുന്ന ഏറ്റവും സതേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കന്യാകുമാരി പറയാം. ഏറ്റവും സൗത്തുള്ള സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. പക്ഷെ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണ്? സതേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് ആണ്. അപ്പോൾ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ലഡാക്കിൽ ഇന്ദിര കോളും സതേൺ മോസ്റ്റ് പോയിന്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ ഇന്ദിര പോയിന്റും. ഇനി വെസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എവിടെ വരും? ഗുജറാത്തിൽ വരും അല്ലെ? ഗുജറാത്തിലെ ഗുഹാർ മോത്തി. അപ്പൊ പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഗുജറാത്ത് ഗുഹാർ എന്ന് ഓർത്തിരിക്കുക. ദെൻ നരേന്ദ്രമോദി ഗുജറാത്തിലാണെന്ന് നമുക്കറിയാം. അപ്പൊ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എന്താണ്? മോത്തി അല്ലെ? അപ്പൊ ഗുഹാർ മോത്തിയായി. ഇനി ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് അല്ലെ? അരുണാചൽ പ്രദേശിലാണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. സ്ഥലത്തിന്റെ പേരാണ് കിബിത്തു. സോ എന്താണ്? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഇസ് കിബിത്തു, ദെൻ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുഹാർ മോത്തി, ദെൻ സതേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ്, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോൾ. ഇനി നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഇവിടെ ലഡാക്ക് ആണ്, ദാറ്റ് ഈസ് യൂണിയൻ ടെറിട്ടറി. ഇവിടെ കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ ആണ്, അതും യൂണിയൻ ടെറിട്ടറി. സോ ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഇല്ല. പിന്നെ വരുന്നത് ഇവിടെയാണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹിമാചൽ പ്രദേശ് ആണ് നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ്. ബാക്കിയൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഈസ്റ്റേൺ മോസ്റ്റ് അരുണാചൽ പ്രദേശ്, വെസ്റ്റേൺ മോസ്റ്റ് ഗുജറാത്ത്, ദെൻ സതേൺ മോസ്റ്റ് ദാറ്റ് ഈസ് തമിഴ്നാട്. ഓക്കെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ലാറ്റിറ്റ്യൂഡ് ആണ് ഇത് 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെ? അപ്പൊ എത്ര സ്റ്റേറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്? 8 സ്റ്റേറ്റ്സിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ദെൻ ഛത്തീസ്ഗഡ്, ദെൻ ജാർഖണ്ഡ്, ദെൻ വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ ഗുജറാത്ത് ടു മിസോറാം 8 സ്റ്റേറ്റ്സിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അതും ബേസിക് പോയിന്റ് ആണ്. പക്ഷെ എക്സാമിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന PSC എക്സാംസിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതെന്തായാലും സ്റ്റേറ്റ്സിന്റെ പേരും ഓർത്തു വെക്കുക, അതുപോലെ എത്ര എണ്ണം ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. 8 സ്റ്റേറ്റ്സിന്റെ പേര്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്ന 8 സ്റ്റേറ്റ്സിന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ കടൽ തീരമാണ് നമുക്കിനി നോക്കേണ്ടത്. കോസ്റ്റ് ലൈൻ, എത്ര സ്റ്റേറ്റ്സിലാണ് കോസ്റ്റ് ലൈൻ ഉള്ളത്, അല്ലെങ്കിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? അപ്പൊ ഇവിടെ ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് വെസ്റ്റ് അറേബ്യൻ സീ ഉണ്ട്. അപ്പൊ അറേബ്യൻ സീയിൽ കടൽ തീരം ഇവിടെ വരുന്നു. ആര്? ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗുജറാത്ത്, ദെൻ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ദെൻ കേരള, ദെൻ തമിഴ്നാടുവിലേക്ക് പോയി അങ്ങനെ ഈസ്റ്റ് കോസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഇങ്ങനെ ബേ ഓഫ് ബംഗാളിന്റെ തമിഴ്നാടു, ദെൻ ആന്ധ്രാപ്രദേശ്, ദെൻ ഒഡീഷ, ദെൻ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ബേ ഓഫ് ബംഗാൾ വരെ എത്തി. അപ്പോൾ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റ്, അതുപോലെ തന്നെ അറേബ്യൻ സീയുടേത് വെസ്റ്റേൺ കോസ്റ്റ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്സ്? 9 സ്റ്റേറ്റ്സ് അല്ലേ? ഗുജറാത്ത്, ദെൻ മഹാരാഷ്ട്ര, ദെൻ ഗോവ, കർണാടക, ദെൻ കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ദെൻ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ 9 സ്റ്റേറ്റ്സിലാണ് എന്തുള്ളത്? കടൽ തീരമുള്ളത്. അപ്പോൾ കോസ്റ്റ് ലൈൻ ഉള്ള 9 സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ എത്ര? ഈ ഓർഡറിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കൃത്യമായിട്ട് 5 സ്റ്റേറ്റ്സ്, ഏറ്റവും കൂടിയത് മുതൽ കുറഞ്ഞതിലേക്ക് 5 സ്റ്റേറ്റ്സിന്റെ എണ്ണം പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതാണ്? ഇപ്പോൾ ഓർഡറിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഗുജറാത്തിന് എത്ര കിലോമീറ്റർ
ലെങ്ത് ഉണ്ട് 1600 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട് ആർക്ക്? ഗുജറാത്തിന്. ദെൻ സെക്കൻഡ് ആരാണ്? പലപ്പോഴും ഇവിടെ തമിഴ്നാടാണെന്ന് കൺഫ്യൂഷൻ അല്ലേ, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോൾ ഇപ്പോഴും തമിഴ്നാടിനാണ് സെക്കൻഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ തമിഴ്നാടല്ല, തമിഴ്നാടിനേക്കാൾ കൂടുതൽ ആർക്കുണ്ട്? ആന്ധ്രയ്ക്കുണ്ട്. ആന്ധ്രാപ്രദേശിൽ 972 കിലോമീറ്റർ ഉണ്ട്. ദെൻ തമിഴ്നാടുവിന് എത്രയാണ്? 906 കിലോമീറ്റർ ആണ്. ദെൻ ഫോർത്ത് Maharashtra 720 kilometer, then Kerala 580 kilometer, Odisha 485 kilometer, Karnataka 310 kilometer, West Bengal 157, then Goa 104 kilometer. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത് ഗോവയ്ക്കാണ്. ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്ത് ആണ്. ആദ്യത്തെ 5 പ്ലേസസ് ഓർത്തു വെക്കുക: ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരള. ലീസ്റ്റ് വൺ ഈസ് ഗോവ. ഇന്ത്യയുമായി ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന എത്ര കൺട്രീസ് ഉണ്ട്? അതായത് ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസിൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രി ഏതാണെന്ന് മുതൽ ലീസ്റ്റ് വരെയുള്ളത്. അപ്പോൾ എത്ര കൺട്രിയാണ് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ഇവിടെ 7 കൺട്രീസ് ആണുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിനാണ്. ബംഗ്ലാദേശിന് എത്ര കിലോമീറ്റർ ഉണ്ട്? 4096.7 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ബംഗ്ലാദേശ് ആണ്. ദെൻ ഇവിടെ ആര് വരും? ചൈന വരും. ചൈന 3488 കിലോമീറ്റർ. ചൈന സെക്കൻഡ് പൊസിഷനിൽ 3488 കിലോമീറ്റർ. ദെൻ തേർഡ് പാകിസ്ഥാൻ എത്ര വരും? ഇങ്ങനെ കിടക്കുന്നു. പാകിസ്ഥാൻ 3323 കിലോമീറ്റർ. 3323 കിലോമീറ്റർ പാകിസ്ഥാൻ. ദെൻ നേപ്പാൾ. ഓക്കെ, നേപ്പാളാണ് 4ാം സ്ഥാനത്ത്. ഓക്കെ, 4 നേപ്പാൾ 1752 കിലോമീറ്ററിൽ നേപ്പാൾ ഉണ്ട്. ദെൻ അടുത്തത് 5th വരുമ്പോൾ ആര് വരും? മ്യാൻമർ വരും. മ്യാൻമർ ഇവിടെ ഇങ്ങനെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. 1643 കിലോമീറ്ററിൽ ലാൻഡ് ബൗണ്ടറി ആര് ഷെയർ ചെയ്യുന്നു? മ്യാൻമർ ഷെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂട്ടാനാണ്. ഭൂട്ടാൻ 699 കിലോമീറ്റർ ഭൂട്ടാൻ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. ഏറ്റവും കുറവ് ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? ഒന്ന് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുമായി ലീസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓൺലി 106 കിലോമീറ്റർ. ഓക്കെ, ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. സെക്കൻഡ് ചൈനയാണ്. തേർഡ് പാകിസ്ഥാനാണ്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അത് 7 അല്ല, 8 കൺട്രീസ് ഉണ്ട്. ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, ശ്രീലങ്കയുണ്ട്. പിന്നെ ശ്രീലങ്ക എന്ത് ഷെയർ ചെയ്യുന്നില്ല? ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താണ്? ഇവിടെ വെള്ളമാണ് അല്ലെ, ഓഷ്യനാണ്. അപ്പോൾ ഇവിടെ ലാൻഡ് ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ വരുന്നില്ല. പക്ഷേ 8 നെയ്ബറിംഗ് കൺട്രീസ് ആണ് ഇന്ത്യക്കുള്ളത്. ബാക്കി നമ്മൾ ഈ പറഞ്ഞ എന്താണ്? ബംഗ്ലാദേശ്, അതേപോലെ തന്നെ ചൈന, ബംഗ്ലാദേശ്, ചൈന, ദെൻ പാകിസ്ഥാൻ, ദെൻ നേപ്പാൾ, ദെൻ മ്യാൻമർ, ദെൻ ഭൂട്ടാൻ, ദെൻ അഫ്ഗാനിസ്ഥാൻ, ദെൻ ശ്രീലങ്ക. ഇങ്ങനെ 8 മെയിൻ നെയ്ബറിംഗ് കൺട്രീസ് ആണ് ഇന്ത്യക്കുള്ളത്. പിന്നെ ഇവിടെ മാൽഡീവ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കൺട്രീസ് എടുക്കുമ്പോൾ 8 നെയ്ബറിംഗ് കൺട്രീസ് ആണ്. ഓക്കെ, 7 ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. ഒന്ന് ഇവിടെ എന്താണ്? ഇവിടെ പാക് സ്ട്രെയിറ്റ് ആണ്. ഇന്ത്യയും അതേപോലെ തന്നെ ശ്രീലങ്കയും വേർതിരിക്കുന്ന അതിർത്തി എന്ന് പറയുന്നത് പാക് സ്ട്രെയിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക്, നമ്മൾ ഒരിക്കലും മറന്നു പോവാതെ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ്? 7th ലാർജസ്റ്റ് കൺട്രി ബൈ ഏരിയ അല്ലെ, ഏരിയയുടെ ബേസിൽ 7ാമത്തെ കൺട്രിയാണ് ഇന്ത്യ. ദെൻ ലോങ്സ്റ്റ് റിവർ ഏതാണ്? ഗംഗയാണ്. 2525 ഓർത്തിരിക്കേണ്ട ഫാൻസി നമ്പർ തന്നെയാണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗാ റിവറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ഥാർ ഡെസേർട്ട്. ദെൻ ഹയസ്റ്റ് പീക്ക്
കാഞ്ചൻജംഗ, അതും ഒരു ഫാൻസി നമ്പറാണ്, 8586 മീറ്റർ. ഓക്കെ, 8586 മീറ്റർ. ദ ലാർജസ്റ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്. അപ്പൊ ഈ സുന്ദർബൻസ് ഡെൽറ്റ, അതായത് ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സ് ഫോം ചെയ്യുന്ന ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആയ സുന്ദർബൻസ് ഇന്ത്യയിലെ മാത്രമല്ല വേൾഡിലെ തന്നെ ഫസ്റ്റ് ലാർജസ്റ്റ് ഡെൽറ്റയാണ്. ഓക്കെ, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദർബൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ദെൻ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിനെയും കൂടെ കൂട്ടിയിട്ടാണ്. ഓക്കെ, 7516 കിലോമീറ്റർ. കൃത്യമായിട്ട് പറഞ്ഞാൽ 7516.6 കിലോമീറ്റർ. അതാണ് ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ലാർജസ്റ്റ് സ്റ്റേറ്റ് ബൈ ഏരിയ, ദാറ്റ് ഈസ് രാജസ്ഥാൻ. ദെൻ സ്മോളസ്റ്റ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഗോവ. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്യുന്നു? 8 സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിയുടെ പാർട്ട് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓരോ പോർഷനും എന്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയ ആണ്. അതിൽ വേൾഡ് വരും, ഇന്ത്യൻ ജോഗ്രഫി വരും, അതുപോലെ തന്നെ കേരള ജോഗ്രഫി വരും. അതിലൊരുപാട് സോയില്, മൗണ്ടെയിൻ, ഓരോ ലാൻഡ് ഫോംസ്, ഡെസേർട്ടിന്റെ, പിന്നെ എന്താണ് ഓരോ ഫോറസ്റ്റിന്റെ ടൈപ്സ്, ഇനി ഓരോ ഫോറസ്റ്റിലുമുള്ള ജീവിവർഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി മാപ്പ് സ്റ്റഡി തന്നെ ഒരുപാടുണ്ട്. സോയിൽ ടൈപ്പ്, അതുപോലെ തന്നെ മിനറൽസ്, അങ്ങനെ പഠിക്കാൻ ടോപ്പിക്സ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സിലബസിൽ ഇപ്പൊ GK എന്നുള്ള പോർഷനാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ വരുന്നതാണ് ജോഗ്രഫി. അപ്പൊ കൃത്യമായിട്ട് ടോപ്പിക് പറഞ്ഞിട്ടില്ല. അപ്പൊ ടോപ്പിക് വൈഡ് ആകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അപ്പൊ അതിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ആ ഏരിയ വേണം നമ്മൾ റെഫർ ചെയ്യാൻ. പ്രധാനമായിട്ടും SCRT അതുപോലെ തന്നെ NCRT നമുക്ക് നോക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കണം. ദെൻ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണോ വന്നിട്ടുള്ളത്, അതും മനസ്സിലാക്കണം. എന്നിട്ട് ആ രീതിയിൽ ഇനി ചിലപ്പോൾ എന്തും ചോദിക്കാം, കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജോഗ്രഫി കണ്ടന്റും ചോദിക്കാം. അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സോ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടന്നു പോകുന്നത്. നമ്മൾ എന്താണ് ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും എക്സ്പേർട്സ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്താണ്, നിങ്ങൾ ടൈപ്പിസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലിയിലേക്ക് എത്താൻ CCയുടെ ടൈപ്പിസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ്. സോ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കൂടുതൽ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്